അവൻ ഇഹ്റാം ചെയ്തു. സുമ്മ ആദ മീഖാത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ രണ്ട് വജിഹ് മടങ്ങി വന്നിട്ടൊന്നും യാതൊരു ഉപകാരമില്ല എന്ന് സാനിയായ വജിഹ്. മടങ്ങി വന്നാൽ തീർച്ചയായും ഉപകാരമുണ്ട്, പരിഹാരമായി നാം. വല്ല സഹു ഏറ്റവും സ്വീകാര്യോഗ്യമായ വജിഹ് അന്നഹു ഇൻ ആദ ഖബല തലബ്ബുസിഹി ബിനുസുകിൻ സഖത അൻഹു ദമു. അവൻ ആരംഭിക്കുന്നതിന് മുമ്പ് മടങ്ങിയാൽ, നുസുക്കുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ്, നുസുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നമായി വരും. മടങ്ങുന്നുണ്ടെങ്കിൽ നേരത്തെ മടങ്ങണം, എപ്പോഴെങ്കിലും മടങ്ങിയാൽ പോരാ. മടങ്ങിയത് കൊണ്ട് യാതൊരു ഫായിദയുമില്ല എന്നാണ് സാനിക്കാർ പറയുന്നത്. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് കൊടുക്കലല്ലാതെ. മുഴുത്തവൻ അങ്ങനെയല്ല. വല്ല സഹു അന്നഹു ഇന്നാദ, അവൻ മടങ്ങിയാൽ ഖബല തലബ്ബുസിഹി, അവൻ ബന്ധപ്പെടുന്നതിന് മുമ്പ്, ബിനുസുഖിൻ സഖത അൻഹു ദമു, സാഖിത്തായി, നഷ്ടപരിഹാരം ഒഴിവായി, പ്രായശ്ചിത്തമായി. അൽ മസാഫത്ത, അവൻ വെടിദൂരം മുറിച്ചു കടന്നല്ലോ. മിനൽ മീഖാത്തി, മുഹ്രിമൻ ഏറാൻ കെട്ടിയവനായിട്ട്. ഇവിടുന്ന് ഏറാൻ കെട്ടിയിട്ട് ഇനി അങ്ങോട്ടേക്ക് പോകൂലേ? അപ്പൊ മുഹ്രിമായിട്ട് തന്നെ എന്തായി? മീഖാത്തിൽ നിന്ന് അവൻ സഞ്ചരിച്ചു. ഇനി വരുമ്പം തന്നെ കെട്ടിയിട്ട് വന്നാലും മതി, ഇവിടെ വെത്തേ കൂടാറുള്ളൂ. ഇവിടെ വന്നിട്ട് കെട്ടണമെന്നില്ല. എന്നാലും മസാഫത്ത മിനൽ മീഖാത്തി മുഹ്രിമൻ എന്നത് സാധിക്കാവൂലേ? മീഖാത്ത് മുതൽക്ക് മക്ക ശരീഫ് വരെ മുഹ്രിമായിട്ട് അവൻ സഞ്ചരിക്കലല്ലേ, വന്നില്ലേ? വഖദിയതുഹു, ഈ പറഞ്ഞതിന്റെ അർത്ഥം അന്നദ്ദമ വജബ സുമ്മ സഖത ബില്ലൗദീന, ഈ മദിനിൽ നിന്ന് കിട്ടുന്ന അങ്ങനെയാണ്. വഖദിയതുഹു, ഖദിയ തേട്ടം. ഈ പറഞ്ഞതിൽ നിന്ന് തേടി വന്നത് എന്താ? അന്നദ്ദമ വജബ സുമ്മ സഖത ബില്ലൗദീന. മദിന അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നു. സഖത്താന്ന് പറയുന്നു. സഖത്താന്ന് ഉപയോഗിക്കും, എന്താ മാനട്ടല്? അന്നദ്ദമ വജബ അബ്ബലൻ, ആദ്യത്തിൽ എന്തായിരുന്നു, എന്നിട്ട് സുമ്മ സഖത ബില്ലൗദി, പിന്നെ സാഖിത്തായി. ബഹുവ വജുഹുൻ, അത് ഒരു അഭിപ്രായം മാത്രമാണ്. അത് അങ്ങേയറ്റത്തെ അഭിപ്രായം ഒന്നും അല്ലാതെ. ഇവന് ദമ് വാജിബായണോ ആയിട്ടില്ലേ എന്നെ പറയാനായിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. കളി നോക്കിയിട്ട് വേണം ഇവന്റെ മേലെ ദമ് മുറിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. ദമ് പാസ്സായിരുന്നു, നിങ്ങളെ മടങ്ങലോടുകൂടി സഖത്താ ക്യാൻസൽഡ്. എന്താ കരുത്ത്? വഖദിയതുഹു അന്നദ്ദമ വജബ സുമ്മ സഖത ബില്ലൗദി, മടങ്ങലോടുകൂടി എന്തായി? ബഹുവ വജദു. എന്നാൽ വല്ലദീ സഹഹു അശ്ശൈഖ് അബൂ അലീൻ വൽ ബന്ദനീജിയോ അന്നഹു മൗഖൂഫുൻ, എന്നാൽ വല്ലദീ സഹഹു അശ്ശൈഖ് അബൂ അലീൻ, അബൂ അലി എന്നവർ സഹീഹാക്കിയത്, വൽ ബന്ദനീജിയോ ഫിഖിന്റെ ഹോൾസെയിൽ ആൾക്കാരാണ്. അബൂ അലി, ബന്ദനീജി, 100 എത്ര ആൾക്കാരെ കണ്ട് പഠിക്കാം നിങ്ങൾക്ക്. ഫുഖഹായിനെ, സുൽത്താനുൽ ഫുഖഹാ, ഫിഖിന്റെ സ്പെഷ്യലിസ്റ്റുകളെ മനസ്സിലാക്കാം. അശ്ശൈഖ് അബൂ അലി എന്നവർ ബന്ദനീജിയും പറഞ്ഞത് മൗഖൂഫാണ്. ഇയാളെപ്പറ്റി ദമ് വാജിബാകുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. അവൻ മടങ്ങി വരുന്നേ ഇല്ലെങ്കിൽ വാജിബായി പോകും. മടങ്ങി വരുന്നുണ്ടെങ്കിൽ പിന്നെ വാജിബായും ചെയ്യില്ല. അവന്റെ കാര്യത്തിൽ തീരുമാനം വരൂല. ഇപ്പോ വജബ അലൈഹി ദമു എന്ന് പറയാൻ പറ്റൂല. ഒരുപക്ഷെ മടങ്ങി വന്നെങ്കിലോ സ്റ്റോപ്പ് ഹിയർ.
എനിക്ക് ദമ്മുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പം നമുക്ക് എന്താക്കാൻ കഴിയില്ല. ഓ മീക്കാത്തിലേക്ക് മടങ്ങാണ്ട് അതിൽ തന്നെ പോയി എന്നാ ദമ്മ് വാജിബായി, അന്നേരം മനസ്സിലാകും. ഫൈൻ ആദാ, ഇതനുസരിച്ച് അവ മടങ്ങിയാൽ ബാന അന്നഹു ലം യജിബ് അലൈഹി, നമുക്ക് ഇപ്പം ബോധ്യപ്പെട്ട് ഇവന്റെ മേലെ പണ്ടേ എന്തില്ലായിരുന്നു, ഇല്ല എന്നിപ്പം മനസ്സിലാവും. നേരത്തെ മനസ്സിലാവില്ല. പൈല്ല മടങ്ങി വന്നതേ ഇല്ലെങ്കിലോ അതെ അവനിക്ക് പണ്ടെന്നെ എന്തായി, ഓന് ഇവിടുന്ന് ധിക്കരിച്ചിട്ട് പോയടം മുതൽ തന്നെ ഓന്റെ മേലെ എന്തുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണുന്നുണ്ടാ മാനാന്ന് പറഞ്ഞ ഇപ്പം മനസ്സിലായി. വൽ മാവറദി സ്വഹീഹാക്കിയത് അന്നഹു ലാ യജിബു അസ്ലാ, മടങ്ങി വന്നാല് ലിഅന്ന വുജൂബഹു തഅല്ലഖ ബിഫവാത്തിൽ ഔദീന വലം യഫുത്ന, മടങ്ങി വരത്തില്ലെങ്കിലല്ലേ എന്താകല് ദമ്മ് വുജൂബാകല്. അപ്പോൾ തീരെ എന്തില്ല, ദമ്മ് ഇല്ലേ ഇല്ല എന്നാ വർദ്ധി പറഞ്ഞു. ഇതുകൊണ്ടല്ല എന്താ ഫായിദ, എന്താ ഈ ഖിലാഫ് കൊണ്ടോ ഒച്ചപ്പാടുന്നല്ലാണ്ട് ഇതുകൊണ്ട് എന്താ മെച്ചമുണ്ട്. ഈ മൂന്ന് ഖിലാഫിന്റെയും ഫായിദ വെളിവാകും. ഫിമാ ലൗ ദഫഅ ദമാലിൽ ഫഖീരി, ദമ്മ വീട്ടിയായിരിക്ക് പാവപ്പെട്ട ഒരാൾക്ക്, ഒരു പാവപ്പെട്ട ആൾ വന്നിട്ടുണ്ട്, അയാൾക്ക് കറിക്കൊന്നൊന്നും പാവപ്പെട്ടവന് ദമ്മ് കൊടുത്ത് ഇതിന്റെ ഫായിദ മനസ്സിലാവും. ഇപ്പോ വശറത്ത റുജുവ, തിരിച്ചു വാങ്ങുമെന്ന് ഡിമാൻഡാക്കി. ഇല്ലം യജിബ് അലൈഹി, എന്റെ മേൽ ദമ്മ് നിർബന്ധം ഇല്ലെങ്കിൽ തിരിച്ചു തരേണ്ടി വരും എന്ന കരാറില്ലാന്ന് ആർക്ക് കൊടുത്തത്, പാവപ്പെട്ട ആൾക്ക് കൊടുത്ത്. ഇവൻ പറഞ്ഞ് ആയിക്കോട്ടെ, നിങ്ങളെ എങ്ങാനും ദമ്മ് വീട്ടാൻ രുജുവില്ലാതെ ആളാണെങ്കിൽ ഞാൻ രക്ഷപരിഹാരം തന്നോളാം ഇങ്ങനെ അയച്ചു. ആ പറഞ്ഞോ, എന്താകലി ഒന്നാമത്തെ വജഹനുസരിച്ച് എന്താകലി തിരിച്ചു വാങ്ങാൻ പറ്റോ? ഇല്ല. അഷേഖ് അബു അലിയും മദനിജിയും ആവർത്തിയും അനുസരിച്ച് എന്ത് കിട്ടു, തിരിച്ചു കിട്ടു. കൊടുത്തുതാൻ ആവശ്യമല്ലേ, ആടെയാണ് മാറ്റം കിട്ടലി. ഷെയ്ഖ് അബു അലി മദനിജിയും ആവർത്തി പറഞ്ഞതനുസരിച്ച് തിരിച്ചു വാങ്ങിക്കൂടെ ആ ഫഖീറിനോട്? ഒന്നാമത്തെ കോലനുസരിച്ച് എന്താവൂല, പിന്നെ വൈലായാൾ കബുലതാലിക്ക, മടങ്ങിയാലും പോരാ, മടങ്ങിയിട്ടില്ല ഈ പറഞ്ഞതിന് മുമ്പ് മടങ്ങിയിട്ടില്ല, മുമ്പ് മടങ്ങണം. കബുലത്തലബൂസായിരിക്കണം മടങ്ങുന്നത്. ചിന്തിക്കേ, വൈലായാൾ കബുലതാലിക്ക, തലബൂസിന് മുമ്പ് മടങ്ങിയിട്ടില്ല, മടങ്ങിയിട്ടുണ്ട്. ആ മടങ്ങൽ എന്തായിട്ടില്ല, ആ മടങ്ങിയത് സുന്നത്ത് നോക്കില്ല, തുടങ്ങിപ്പോയില്ലെങ്കിൽ ഇടങ്ങേറാവും. ആധികാരികമായ നുസ്കിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ എടുക്കൂല, ദമിനെ തൊട്ട് ഒഴിവാക്കി കൊടുക്കൂല. ആ തിരിച്ചു വരത്തായിട്ട് കൂട്ടൂല. ഇനി എന്തിനാ വരുന്നത്, ഇനി അവിടെ തന്നെ നിൽക്കല്ലേ വണ്ടി. എപ്പോൾ മടങ്ങിയാലും സ്വീകരിക്കല് കബല തലബൂസാകണം. ഈ തലബൂസ് എങ്ങനെ നോക്കല്, വൈലായാൾ കബലതാലിക്ക, അതായത് തവാഫുൽ ഖുദൂം സുന്നത്തല്ലേ, അത് പറഞ്ഞിട്ട് വരയില്ലല്ലോ. അതിന് തുടങ്ങിയാൽ പിന്നെ പോയ തന്നെ അവന്റെ കാര്യം അവസാനിച്ച്. ഇനി മടങ്ങിയാൽ എടുക്കോ ഇല്ല. തവാഫുൽ ഖുദൂമിൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ വയത മുജാവസത്തിഹി അൽ ഹജറ, ഹജറുൽ അസ്വദ് വിട്ട് കിടന്നാലി, അതാണ് ശരിയായ തുടങ്ങലി. എന്നാലേ മടങ്ങണ്ടെന്ന് പറഞ്ഞത്. ഫലാ ഇബ്റത ബിമാ തഖദ്ദമ അലൈഹ, അതിന്റെ മുമ്പ് പലതും ചെയ്തല്ലോ, അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല മടങ്ങുന്നതിന്, ഒന്നുമില്ല. തവാഫുൽ ഖുദൂം സുന്നത്തല്ലേ നോക്കിയിട്ട് വരയില്ല, സുന്നത്തൊരു കാര്യം തന്നെയാണ്. ഇനി മടങ്ങിയെടുക്കോ. അതുപോലെ മസ്നൂനായ വദായുണ്ടല്ല, വദായിന്റെ തവാഫ് അർഫയിലേക്ക് പുറപ്പെടുമ്പോ എന്നാൽ തിരിച്ചു വന്നിട്ട് വലയില്ല. അല്ലെങ്കിൽ ഉംറന്റെ ഫർദായ തവാഫ് തിരിച്ചു വന്നാൽ ഫലിക്കൂല.
തിരിച്ചു വന്നാൽ ഫലിക്കണ്ടെങ്കിൽ കുറെ നേരത്തെ വരണം എന്ന്. പിന്നെ ഏത് ചെയ്താലാന്ന് ഫലിക്കുന്നത് ഫല ഇബ്രത്താന്ന് പ്രശ്നമാക്കാറില്ല. മടങ്ങി വരുന്നതിന് പ്രശ്നമൊന്നുമില്ല. ബിമാ തഖദ്ദമ അലിഹാ, ബിമാ തഖദ്ദമ അലിഹാ, മുജാവസത്തിന്റെ മുമ്പ് പലതും ചെയ്തല്ലോ, അതുകൊണ്ടൊന്നും മടങ്ങുന്നതിന് പ്രശ്നമില്ല. മുജാവസത്തിന് മുമ്പ് പലതും കാട്ടിക്കൂട്ടിയില്ലേ? കബുല മുഹാദാത്തിൽ ഹജർ നിയത്ത് വെച്ചിട്ടില്ലേ? പിന്നെ ഹജറുൽ അസ്വദിനോട് മുഹാദാത്ത് ആക്കിയിട്ടില്ലേ? പിന്നെ തൊട്ടുമുത്തിയിട്ടില്ലേ കൈകൊണ്ട്? പിന്നെ തഖ്ബീലാക്കിയിട്ടില്ലേ? സുജൂദാക്കിയിട്ടില്ലേ? അതുകൊണ്ടൊന്നും തിരിച്ചു പോക്കിന്റെ മഹാലാവോ? അതൊന്നും അല്ല തലബുസ്. സുന്നത്തും പറന്നും നോക്കിയിട്ടല്ല, കാര്യത്തിലേക്ക് കടക്കുന്നുണ്ടോ നോക്കിയിട്ടാണ്. അർഫയിലേക്ക് പോകുമ്പോൾ വദായിന്റെ തവാഫ് ചെയ്യും. എന്നാൽ അതിന് തിരിച്ചു പോയാൽ എടുക്കൂല. അർഫയിലേക്ക് പോകണമെങ്കിൽ വദായിന്റെ തവാഫ് ചെയ്യണ്ടേ? വദായിന്റെ തവാഫ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. വദായിന്റെ തവാഫ് തുടങ്ങിപ്പോയി, തിരിച്ചു പോക്കിന് വേനയില്ല, അതിൻ്റെ മുമ്പായിരിക്കണം. ഇതെന്താ പറഞ്ഞ ഫല ഇബ്രത്ത ബിമാ തഖദ്ദമ അലിഹാ, മുജാവസത്തിന് മുമ്പ് പലതും ചെയ്തത് നോക്കേണ്ടതില്ല, അതുണ്ടായിക്കോട്ടെ എന്ന് നീയത്ത് വെച്ചിട്ടില്ലേ? ഹജറുൽ അസ്വദിനോട് മുഹാദാത്ത ആക്കുന്നതിന് മുമ്പ് തന്നെ നീയത്ത് വെച്ചില്ലേ? പിന്നെ മുഹാദാത്താക്കി നിന്നിട്ടില്ലേ? ഇസ്തിലാമില്ലേ? തഖ്ബീലില്ലേ? സുജൂദില്ലേ? എന്നിട്ടല്ലേ നടക്കാൻ തുടങ്ങി. നടക്കാൻ തുടങ്ങിയാലാ തിരിച്ചു പോയിട്ട് വലയില്ല എന്ന് പറഞ്ഞത്. ഇതൊന്നും നടത്തിയ പ്രശ്നമല്ല. ഔ ബഅദൽ വുഖൂഫ്, ഔ ബഅദൽ വുഖൂഫ് ബഅദ ശുറൂഇഹി ഫീ തവാഫിൽ ഖുദൂം, തിരിച്ചു പോയാൽ പറ്റൂല. ബഅദൽ വുഖൂഫ് ആയാലും പറ്റൂല. എൻ്റെ മേലെത്തും. ബഅദ ശുറൂഇഹി പറ്റോ? ബഅദ ശുറൂഇഹി ഫീ തവാഫിൽ ഖുദൂമി പറ്റോ? പിന്നെ ഏതും പറ്റൂല. മടങ്ങിയാൽ പറ്റൂല, 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 പറ്റൂല. മടങ്ങുന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് മടങ്ങുന്ന അല്ലേ? ഫലാ യസ്കുതു ദമു അൻഹു ലിതഅദ്ദി നുസുകിഹി, അവന്റെ നുസുക്ക് വീണിപ്പോയി. ഇഹ്റാമിന്റെ നാഖിസായ ഇഹ്റാമിലായിട്ട് അവന്റെ നുസുക്ക് വീണിപ്പോയി. അതുകൊണ്ട് ഇനി ഫലിക്കോ? ഇന്ത്യ മടങ്ങുന്നു, രാജ്യം കാണാനാ. ഈ ഇഹ്റാം കെട്ടാൻ ഏതാ നല്ലത് എന്നാണ് പണ്ട് 25 കൊല്ലം മുമ്പ് നമ്മളോട് ചോദിച്ചത്. നാജിമാർ വീട്ടിൽ നിന്ന് തന്നെ കുപ്പായം ലയിച്ച് വേണ്ടുന്ന ആ തുണിയെല്ലാം എടുത്തിട്ട്, ഇഹ്റാമിന്റെ തുണി കൊടുത്തിട്ട്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, ഇവിടുന്ന് തന്നെ ഇഹ്റാം കെട്ടിയിട്ട് പോയിക്കൂടെ? ദുനിയാവിൽ നിന്ന് രാജിവെച്ചിട്ട് പഠിച്ചവനെ ഞാനിത് ആഖിറത്തിലേക്ക് വരുന്നു വന്നിട്ട് മുമ്പ് 25 കൊല്ലം മുമ്പ് എന്നോട് ചോദിച്ചതാണ്. എന്താ പഠിച്ചെടുത്താൽ എല്ലാം 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 ഒപ്പിച്ച് നല്ല ക്ലിയറായിന് പോലെ എല്ലാം പഠിച്ച് നല്ല ഇവിടുന്ന് തന്നെ മാറ്റിയാ പിന്നെ നീ ദുനിയാവേ നോക്കണ്ടല്ല. ആരംഭിച്ചേ പറയുന്നു ഇങ്ങനെ രാജിയായില്ലേ? അതാ നല്ലത്. അതാണോ ഖൈറ്? മനസ്സിലായ? അതാ ഖൈറ്. അല്ല അതിന്റെ സമയാകുമ്പോൾ മാത്രം കേട്ടല്ല. ഒരു യാത്ര, ഒരു ഗുമ്മാകണ്ടിക്ക് തൽബിയത്തെല്ലാം ജലീലിടുന്ന തൽബിയത്തെല്ലാം തുടങ്ങുമല്ല, ഉപ്പാഴാണ്ട് മീൻ ചെയ്യും. അപ്പൊ ഇഹ്റാമിന്റെ വേഷവും കിട്ടി. ഓഹോ, അഖിലുകാരുടെ മുമ്പിൽ നിന്ന് തന്നെ നമ്മൾ മയ്യത്ത് കൊണ്ട് പോകുമ്പോലെ ആയില്ലേ? അതാണ് നല്ലത് എന്ന് റാഫി ഇമാം വ്യക്തമാക്കുന്നു. ഇന്നോടൊന്നും പറയേണ്ട, ഇതാണ് നല്ലതെന്ന് റാഫി ഇമാമിന്റെ സങ്കല്പം. അവിടെ നവവി ഇമാമ് ശക്തിയായിട്ട് പറയുന്ന അല്ലല്ല, ഇപ്പോഴേ മാറാപ്പ് വലിച്ചിടണ്ട, അവിടെ എത്തുമ്പോൾ കെട്ടലാണ് നല്ലത്. സമയത്ത് കറക്റ്റ് ടൈമിന്, നേരത്തെ കെട്ടലല്ല. നേരത്തെ എത്ര വേണമെങ്കിലും കെട്ടാം, 1 മാസം മുമ്പ് വേണമെങ്കിൽ കെട്ടിക്കൂടെ? അതൊന്നും പ്രശ്നമില്ല. അതുകൊണ്ടൊന്നും കയ്യിലില്ല പോലും.
അല്ല, നിങ്ങൾക്ക് എപ്പാന്ന് മീഖാത്തിന്റെ ഒരു കണക്കില്ലേ? ആ മീഖാത്തിന്റെ സമയത്ത് മാത്രമേ കെട്ടാവുന്ന, അതാണ് അഫ്ളൽ എന്നാണ് മുഅ്തമദ്. അതേതാണെന്ന് പറയും. വല്ലഫ്ളലു ലിമൻ ഫൗഖൽ മീഖാത്തി, മീഖാത്തിന്റെ അപ്പുറത്തുള്ളവർക്ക് കുറെ സഞ്ചരിച്ച ശേഷം മീഖാത്ത് കിട്ടല്. ഈ സമയത്ത് എന്തുമില്ല, ഐലോനിഫാസം ഉണ്ടെങ്കിൽ അമ്മ പറയോ? ഐലോനിഫാസം ഉണ്ട് പോലും. ഇപ്പൊ ചോര പോകുന്നു, മീക്കാത്തെത്തുമ്പോഴേക്ക് ചോര നിന്ന് കിട്ടു. എന്താ പിന്നെ അതന്നെയല്ലേ നല്ലത്? പിന്നെ അത് പറയാനുണ്ടാ? ഇപ്പം ആയിലോ നുഫസാവോ അല്ല എങ്കിൽ അയാളുടെ വീട്ടിൽ നിന്ന് തന്നെ, അയാൾ എവിടെ നിന്നാണോ പുറപ്പെടുന്നത് അവിടെ നിന്ന് തന്നെ കെട്ടിയേക്കലാ നല്ലത്. ഇനി വയ്യ കുളിക്കാന്, തുണി മാറ്റാന്, അതൊന്നും പരതാൻ നിൽക്കണ്ട പോലും. ഇപ്പോഴേ കണക്ഷൻ കിട്ടി പോലും മക്കയിലേക്ക്. നല്ലത്. ഇഹ്റാമിന്റെ വേഷം കണിഞ്ഞിട്ട് ചുറ്റി തന്നെപ്പെട്ടതെല്ലാം വെടിഞ്ഞിട്ട് സഞ്ചരിക്കുക എന്ന് പറഞ്ഞ തന്നെ അമലി അധികം കിട്ടിയില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ ഫൈന് വരെ അടച്ചത്. ഈ കസലിന് നേരാൻ കെട്ടാത്തത് കൊണ്ട് അവിടെ നിന്നോ കെട്ടിയോണ്ടല്ലേ ദമു വരെ പിടിച്ചു വാങ്ങിയില്ലേ? അമലി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അമലി നല്ലോണം കിട്ടിയില്ലേ? ഇതെല്ലാം റാഫീമ പറഞ്ഞതാണ്. വഖദ് ഫഅലഹു, ഇങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ജമാഅത്തു മിന സ്വഹാബത്തി വതാബഈൻ. അലി നാഫി റളിയല്ലാഹു അൻഹു റിവായത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഒരു ബൈത്തുൽ മുഖദ്ദസിൽ നിന്നേ കട്ടിയിട്ട് പോയി പോലും. ഇവിടത്തേക്ക് ഉംറയുണ്ട്. ഓ, ബൈത്തുൽ മുഖദ്ദസിൽ നിന്നേ കട്ടിയിട്ട് പോയി. ബൈഹഖിയിലുണ്ട്. ബാബു മൻ ഇസ്തഹബ്ബൽ ഇഹ്റാമ മിൻ ദുവൈറത്തി അഹ്ലിഹി. ബൈഹഖിയിൽ ബാബന്നെ ബാബു മൻ ഇസ്തഹബ്ബൽ ഇഹ്റാമ മിൻ ദുവൈറത്തി അഹ്ലിഹി. ഏത് എവിടെ നിന്നാണോ ഹജ്ജ് ഉംറക്ക് ഇറങ്ങുന്നത് അവിടെ നിന്ന് തന്നെ കെട്ടലാണ് നല്ലത് എന്ന് തെളിയിക്കുന്ന ബാബു കണ്ട. ഇബ്നു അബീ ശൈബയിലുമുണ്ട്. അസ്വദ് റളിയല്ലാഹു അൻഹു യരിമുബൈതി, വീട്ടിൽ നിന്ന് തന്നെ കെട്ടിയിട്ടാ പോക്ക്. അഖ്റജു ഇബ്നു അബീ ശൈബ കണ്ട. ബഹുൽ മശ്ഹൂറു, വീട്ടിൽ നിന്ന് തന്നെ കെട്ടലാണ് മശ്ഹൂർ. ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബീ ഖാല അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ട. അഹക്കാഹു ഇബ്നുൽ മുൻദിർ, ഇബ്നുൽ മുൻദിർ ഇതിനെ കൊണ്ടുവന്ന അൽഖമയെ തൊട്ട്, അസ്വദ് എന്നവരെ തൊട്ട്, അബ്ദുറഹ്മാൻ എന്നവരെ തൊട്ട്, അബൂ ഇസ്ഹാഖ് എന്നവരെ തൊട്ട് കണ്ട. വഫീ ഖൗലിൻ മിനൽ മീഖാത്തി, ഒരു ഖൗലിൽ പറയുന്നു ഇവിടെ നിന്ന് തന്നെയാണ് അഫ്ളൽ. എന്തിന് തിരക്കാക്കുന്നു? അതാണ് ഓരോന്നിനും ഓരോ ഫിറ്റായ സ്ഥലം വെച്ചാൽ പിന്നെ അവിടെ നിന്നല്ലേ കെട്ടല്. നേരത്തെ കെട്ടുന്നതിൽ ഒരു ഇഞ്ച് മുന്നോട്ടാക്കണ്ടെന്നാ പറയും. കുർത്തു അൽ മീഖാത്തു അദ്ഹറു, ഇത് ഒരു ഖൗല് എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. മീഖാത്തിൽ നിന്ന് കെട്ടലാണ് നല്ലത് എന്നത് തന്നെയാണ് അദ്ഹർ. റാഫി ഇമാമിനെ കണ്ണിച്ച് നേരത്തെ കെട്ടിയതുകൊണ്ട് ഫായിലില്ല. മനസ്സിലായില്ലേ? വഹുവൽ മുവാഫിഖു, മീഖാത്തിൽ നിന്ന് കെട്ടുക എന്നതാണ് യോജിച്ചത്. ഇല്ല ഹദീസ് സ്വഹീഹ, സ്വീകാര്യോഗ്യമായ ഹദീസുകളോട്. സ്വീകാര്യോഗ്യമായ ഹദീസുകൾ നൂറുമറിക്ക് അതിൽ കാണും. മീഖാത്തിലെത്തിയപ്പോൾ നമ്മൾ ഏറാൻ കെട്ടി, നമ്മൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടു, ഉൽ ഹുലൈഫ എത്തിയപ്പോൾ നമ്മൾ ഏറാൻ കെട്ടി കണ്ട. ഫൈനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നബിയുനാ റസൂലുള്ളാഹി അഖറ ഇഹ്റാമഹു, തന്റെ ഇഹ്റാമിനെ പിന്തിച്ചു. മിനൽ മദീന, മദീനയിൽ നിന്ന് ഇലൽ ഹുലൈഫ, ഉൽ ഹുലൈഫ എത്തുന്നവരെ 8 കിലോമീറ്റർ പിന്തിച്ച്. നബിയെ ഇഹ്റാം കെട്ടുന്നില്ലേ? 8 കിലോമീറ്റർ എത്തിയതാണ് ദുൽ ഹുലൈഫ എത്തിയ 2 ഇഹ്റാം കെട്ടും. അപ്പൊ മീഖാത്ത് പരിഗണിച്ചില്ലേ? ഇജ്മാൻ ഫി ഹജ്ജത്തുൽ വദാഇ, ഹജ്ജത്തുൽ വദാഇല് ഇങ്ങനെ പിന്തിച്ചിട്ടുണ്ട് എന്ന് ഇജ്മാ കൊണ്ട് തന്നെ അറിഞ്ഞതല്ലേ? ബുഖാരിയിലുണ്ടല്ലോ, മുസ്ലിമിലുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഹജ്ജത്തുൽ വദാഇന്റെ ആ ഇഹ്റാം ദുൽ ഹുലൈഫയിൽ വെച്ചാണ്.
മദീനയിൽ നിന്ന് ഒരു നിലക്ക് കെട്ടിയിട്ടില്ല എന്നാ. പണ്ഡിത ലോകം ഒറ്റക്കെട്ടാണ്. നബി ഞങ്ങൾ ലൈറ്റാക്കി മീഖാത്തെത്തുന്നവരെ. ഹുദൈബിയ അവിടെ പിന്നെ ഡൗട്ടുണ്ട്. ഹുദൈബിയന്റെ ഉംറയിൽ ലേറ്റ് ആക്കിയിട്ടുണ്ടോ, മീഖാത്ത് കിട്ടുന്നത് വരെ അല്ല നേരത്തെ കെട്ടിയോ? കൗലാനിയുണ്ട്. അവിടെയും എന്താ ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. മിസ്ബർ ബിൻ മഖ്റമ എന്നവരെ തൊട്ടു, മർവാൻ ബിൻ അൽ ഹക്കം എന്നവരെ തൊട്ടു. വലിയന്നഹു മീഖാത്തിൽ നിന്ന് കെട്ടലാണ് അഖല്ലു തഖ്രീറൻ മിൻ ഇബാദത്തി, ഇബാദത്തിന് കോട്ടം വരാതിരിക്കാൻ ഏറ്റവും നല്ലത്. മുടി കൊഞ്ഞിട്ടും മുഹറമാത്ത് ചെയ്തിട്ടും കുറ്റത്തിലേക്ക് ചാടിപ്പോകും. അപ്പം മഞ്ഞന കുറവ് എപ്പോഴാണ്? ലിമാ ഫിൽ മുഹാഫദത്തി, എങ്ങനെ തഖ്രീർ വരുന്നത്? സൂക്ഷിക്കുന്നതിലുണ്ട്. അല്ല വാജിബാത്തുൽ ഇഹ്റാമി മിനൽ മശഖ, വാജിബാത്തുൽ ഇഹ്റാം സൂക്ഷിക്കാൻ വളരെ മശഖത്തുണ്ട്. അതുകൊണ്ട് കുടുങ്ങിപ്പോകാതിരിക്കാൻ നല്ലത് ഏതാണ്? മീഖാത്തിന് മുമ്പ് തന്നെ കെട്ടൽ വുജൂബായിട്ടും വരും. ചിലപ്പം വുജൂബാവും. ഞാൻ മീഖാത്തിൽ നിന്നല്ല കെട്ടൽ നേരത്തെ കെട്ടു, എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കെട്ടിയിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് നേർച്ചയാക്കി. അഫ്ദൽ അല്ലെങ്കിൽ നേർച്ചയാക്കാല, കറാഹത്താ വരുന്നല്ലേ ഉള്ളൂ. വീട്ടിൽ നിന്ന് കെട്ടൽ കറാഹത്തുണ്ടാ, അവൻ നേർച്ചയാക്കി കളഞ്ഞു. എന്നാലും എന്നാ പിന്നെ മീഖാത്ത് കാത്തിരിക്കാൻ പറ്റോ? പിന്നെന്ത് വേണം? ഏതുപോലെ കമായിജുൽ മസിയോ ബിന്നദിരീൻ, നടന്നിട്ട് ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കി. നടന്നിട്ട് ഒരു വാഹനത്തിൽ കയറില്ല, അത് പുണ്യമുള്ള അമലൊന്നും അല്ല. പക്ഷെ നേർച്ചയാക്കി അവനെ പാലിക്കണ്ടേ? ഇനി വാഹനം കയറാൻ പറ്റോ? വൈകാനം അഫ്ദൂലൻ, അതൊക്കെ താണപണിയാണെങ്കിൽ ശരി. ഏത് തടന്നുകൊണ്ട് ഹജ്ജ് താണപണിയല്ലേ, മഫ്ദൂലല്ലേ, നല്ലതാണോ? പ്രതിഫലം അധികം കിട്ടൂല. മറ്റേതാ അഫ്ദൽ എന്ന് പറയും. അത്രയും ഫോഴ്സ് ഹജ്ജ് ഉംറയ്ക്ക് ചെലവാക്കാല. അല്ല അതുപോലത്തതല്ലാന്ന്. ഹജ്ജ് ഉംറയ്ക്ക് കൂടുതൽ ഫോഴ്സ് കിട്ടണ്ടെങ്കിൽ വാഹനത്തിൽ വേഗം അവിടെ തന്നെ എത്തുന്നതാണ്. ഇവിടെ എവിടെയെല്ലാം നടന്നിട്ടിങ്ങനെ ചോർത്തിക്കളയല്ല എന്നാ പറയും. അപ്പൊ മഫ്ദൂലായിട്ട് നേർച്ചയാക്കിയ നേർച്ചയായില്ലേ? റാഹത്തല്ലേ നേർച്ചയാക്കാൻ പറ്റൂല ഉള്ളൂ. ഇതൊക്കെ മഫ്ദൂലല്ലേ? വീട്ടിൽ നിന്ന് തന്നെ കെട്ടൽ മഫ്ദൂലല്ലേ? എന്നാലും നേർച്ചയാവൂലേ? അതുപോലെ നടന്നിട്ടേ പോകുള്ളൂ എന്ന് നേർച്ചയാക്കിയില്ലേ? അത് മഫ്ദൂലല്ലേ? ആവശ്യത്തിന് ആർത്തിക്കാരനല്ലേ സുന്നത്ത്. പണ്ട് പറഞ്ഞതുപോലെ 40-ാം പേജിൽ ഒരു ചരിത്രം പറഞ്ഞു. ഫി അജീരിൻ, ഒരു കൂലിക്കാരൻ, മീഖാത്തുൽ മഹ്ജൂജി അൻഹു, അവൻ ആരെ തൊട്ടാണോ ഹജ്ജ് ചെയ്യേണ്ടത് അവന്റെ മീഖാത്ത് അബയതു, ദൂരം അധികമാണ് മീഖാത്തിഹി, ഇവന് കിട്ടുന്ന മീഖാത്തിനേക്കാൾ. ഒരാൾ വിളിച്ചു പറഞ്ഞു എൻ്റെ പേരിൽ ഹജ്ജ് ചെയ്യണം. 40-ാം പേജിലുണ്ട്. നോക്കുമ്പോഴേക്ക് ഇവന് റോട്ടുമ കിട്ടുന്ന മീഖാത്തും അയാൾക്ക് വേണ്ടുന്ന മീഖാത്തും നോക്കിയാൽ അയാളുടെ മീഖാത്ത് കുറെ മുമ്പാണ്. എന്നാലും 40-ാം പേജിൽ പറഞ്ഞതുപോലെ ഫി അജീരിൻ, ആരെ കാര്യത്തിൽ? മീഖാത്തുൽ മഹ്ജൂജി അൻഹു, ആരെ തൊട്ടാണോ ഇയാൾ ഹജ്ജ് ചെയ്യേണ്ടത് അയാളുടെ മീഖാത്ത് അബയതു, ഡിസ്റ്റൻസ് അധികം, മീഖാത്തിഹി, അജീറിന്റെ മീഖാത്തിനേക്കാൾ. അജീറിന് മീഖാത്ത് കാണുന്നു ഓന്റെ മുമ്പിൽ, അടക്കറിയാ മതിയാ? ഓനെ തൊട്ട് ഹജ്ജ് ചെയ്യാൻ ദൂരം അധികരിപ്പിക്കണ്ടേ? അപ്പൊ ഈ മീഖാത്ത് പറ്റോ? അപ്പൊ മീഖാത്തിന് മുമ്പേ കെട്ടണ്ടേ? നിർബന്ധമില്ലേ? പിന്നെ ഒന്നും കൂടെ ഒക്കെ ദിവസം രണ്ടുപേര് തീർത്താത്ത ചിലപ്പോ സുന്നത്തുണ്ട്. നേരത്തെ കെട്ടിയിട്ട് തീർക്കല് സുന്നത്ത്. നേരത്തെ കെട്ടിയേക്കല്, വളരെ മുമ്പേ കെട്ടിയിട്ട് പുറപ്പെടൽ സുന്നത്തുണ്ട്. കമാലു ഖശിയത്ത് തുറുബ ഹൈലിൻ ഔ നിഫാസിൻ ഇൻദൽ മീഖാത്തി, മീഖാത്തെങ്ങാനും വരുമ്പോഴേക്ക് എന്ത് വരും? അയല് വരും. അന്നേരം പിന്നെ കെട്ടൽ കറാത്താവും. അയ്യോ ഇപ്പം എന്തെങ്കിലും നല്ലത്. നമ്മ സഞ്ചരിച്ചു കൊണ്ട് മീഖാത്തെത്തുമ്പോഴേക്ക് എന്താവും? അയല് നിഫാസ് വരും. എന്നാൽ എന്താ നല്ലത്?
അതുപോലെ ഇവൻ നുസ്കിനെ കരുതിയിട്ടുണ്ട് മസ്ജിദുൽ അക്സയിൽ നിന്നാണ് പുറപ്പെടുന്നത്. എന്നാൽ മസ്ജിദുൽ അക്സയിൽ നിന്ന് പുറപ്പെടുമ്പോൾ എന്ത് വേണം? മീഖാത്തെത്താൻ കാത്ത് നിൽക്കണം. അവിടെ തന്നെ കെട്ടിയേക്കല് കുറെ നേരത്തെയായി. സുന്നത്തുണ്ട്. മീഖാത്ത് 10 കിലോമീറ്റർ കഴിഞ്ഞാലാ മീഖാത്ത് വെത്ത്. മസ്ജിദുൽ അക്സയിൽ നിന്നാണ് ഇവൻ സ്റ്റാർട്ടിങ്. എന്നാൽ ഖബറിൽ ലൈഫായ ഹദീസിന് വേണ്ടി മൻ അഹല്ല ബിഹജ്ജത്തിൻ ഔ ഉംറത്തിൻ മിനൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഇഹ്റാം കെട്ടി പുറപ്പെട്ടു എടുത്തേക്ക്. ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ, അല്ലാഹു തആല പുറത്തു കൊടുത്തു. എന്ത്? ഔ വജബത് ലഹുൽ ജന്ന എന്നുണ്ട്. അത് ശക്കർ റാവി സംശയത്തിലായതാ. ഇങ്ങനെയും പുണ്യുണ്ട്. ഇബ്നു ഹിബ്ബാൻ, അബൂദാവൂദ്, ഇബ്നു മാജ, ബൈഹഖി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം മസ്ജിദുൽ അഖ്സയിൽ നിന്ന് വരുന്ന ആള് എന്താക്കേണ്ടത്? ആട് തന്നെ കെട്ടിയൊക്കെ വേണ്ടത്. കാരണം ഇത് സാധിക്കാവും. മന്നഹല്ലാവത്തിന് ഇഹ്റാം ചെയ്താൽ ഹജ്ജത്തിൻ ഔ ഉംറത്തിൻ മിനൽ മസ്ജിദിൽ അഖ്സ ഇലൽ മസ്ജിദിൽ ഹറാമി ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. അതുപോലെ വജബത് ലഹുൽ ജന്ന ഇതെല്ലാം കിട്ടണ്ടെങ്കിൽ പിന്നെ എൻ്റെ മീഖാത്ത് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കല. ക്ലോസ്. അത്ര